പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം. അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. കഴിഞ്ഞ 20 ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ. ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു. കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ്. അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി. പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല. പരകർമ്മകൃത്, അന്യന് വേണ്ടി ജോലി ചെയ്യുക, അസ്വഹ ധനം കുറയുക, ശില്പബുദ്ധി എഞ്ചിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക, വിഷ്ടികരഹ വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി, ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല, അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ച് എന്ന് വരില്ല. അതാണ് വിഷ്ടികരഹ, വേതനം വിന ഭാരോദ്വഹനം വിഷ്ടിഹി എന്ന് ഫലം. ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം 65 ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ ഏപ്രിൽ 10 വരെയുള്ള 65 ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത്. അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. എവിടെയാണ് ബുധൻ നിൽക്കുന്നത്? ഇടവൻ രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇടവൻ രാശിയുടെ 10ാം ഭാവമാണ് കുംഭം. ആ കുംഭത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അവിടെ ബുധൻ ഏതെല്ലാം ഭാവത്തിൻ്റെ ആധിപത്യമാണ്? ബുധൻ മിഥുനത്തിൻ്റെയും കന്യയുടെയും അധിപനാണ്. അതായത് ഇടവൻ രാശിയിൽ നിന്നും വാക്സ്ഥാനം, വിത്തം, ധനം, തൻ്റെ കുടുംബം, പരിവാരം, താൻ സംരക്ഷിക്കേണ്ട ജനങ്ങൾ, അതിനു പുറമെ തൻ്റെ മക്കൾ, തൻ്റെ ബുദ്ധി, തൻ്റെ പ്രതിഭ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. തൻ്റെ മന്ത്രിപ്പണി, ഉപദേശം കൊടുക്കുന്ന ജോലി, കൺസൾട്ടൻസി, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ആർക്ക്? ഇടവൻ രാശിക്കാർക്ക് ബുധൻ. അതിനാൽ ഇവിടെ സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ഗുണങ്ങൾ വരും. മറ്റൊന്ന്, തൻ്റെ ജോലിയിൽ തനിക്ക് കൺസൾട്ടൻസി മുതലായ വലിയ ചില ദൗത്യങ്ങൾ ഏറ്റെടുത്ത് തൻ്റെ സാമ്പത്തിക ഭദ്രത മുന്നോട്ട് നയിക്കാൻ പറ്റും. അധികം സംസാരിക്കാൻ പാടില്ല. 10ലെ ബുധൻ വരുമ്പോൾ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ വാക്കുകളുടെ ദുർവ്യയം ചെയ്യാതെ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യുക, തനിക്ക് ധനം ലഭിക്കും. അധികം സംസാരിക്കാതെ ധനം ലഭിക്കുമെന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. മിതം സമ്പദേത് നോ മിതം സംലഭേത, പ്രസാദേതരാവാദി സൗരാജ്യവൃത്തി ബുധോ കർമ്മകെ പൂജനീയോ വിശേഷാൽ, വിശേഷിക്കപ്പെട്ട് താൻ പൂജിക്കപ്പെടും, അംഗീകരിക്കപ്പെടും. അതാണ് 10ലെ ബുധൻ്റെ പ്രത്യേകത. പിതുസമ്പദ നീതിദണ്ഡാധികാരാൽ, തനിക്ക് പൂർവികമായ സ്വത്ത്, അച്ഛൻ്റെ സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന ജോലി തനിക്ക് ലഭിക്കുക, അച്ഛൻ്റെ പാരമ്പര്യത്തിലൂടെ തനിക്ക് മുന്നോട്ട് നീങ്ങാം. ഇങ്ങനെ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം. അധികം സംസാരിക്കാതെ ധാരാളം ധനം ലഭിക്കുമെന്നാണ്. മറ്റുള്ളവർക്ക് പ്രയാസം വന്നാലും പ്രസാദം വന്നാലും തന്നെ അത് ഭാവിക്കില്ല. ഇവിടെ പലർക്കും രജിസ്ട്രേഷൻ, അഡ്വക്കേറ്റ്സ്, അതേ രീതിയിൽ മജിസ്ട്രേറ്റ്സ്, അല്ലെങ്കിൽ ന്യായാധിപന്മാരുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ ഈ സമയത്ത് നല്ലൊരു പ്രൊമോഷൻ, ഇതിലൂടെ അവരുടെ കാര്യങ്ങൾ വളരെ ശുഭകരമായി പര്യവസാനിക്കുന്ന നല്ലൊരു സമയമാണ്. മക്കൾക്ക് ഹയർ സ്റ്റഡീസ്, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. സപ്പോസ് ഇവിടെ അവരുടെ ലോണിന് വേണ്ടി, പഠന സംബന്ധമായ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം അനുകൂലമായി വരും, അവർക്ക് ലോൺ ലഭിക്കും. ഇങ്ങനെ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഇടവം രാശിക്കാർക്ക് ഈ 65 ദിവസമെന്നറിയുക. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, ധനം, ധർമ്മം, സുഖം, ഇതൊക്കെ അനുഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് ട്രാവൽ ആൻഡ് ടൂറിസവുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ ഹോസ്പിറ്റാലിറ്റി, കൊറിയർ, ലോജിസ്റ്റിക്സ് മേഖലകളിൽ ജോലി ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ഈവൻ ടീച്ചേഴ്സിനും, പ്രീസ്റ്റുകൾ, പുരോഹിതർ, പ്രവാചകർക്ക് ഒക്കെ തന്നെ നല്ല സമയമാണ്. എല്ലാവിധ നന്മകളും. നന്ദി, നമസ്തേ.